ഗായ്സ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ന്യൂ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ എല്ലാവരും വന്ന് ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് നെതറിൽ കയറാൻ പറ്റും നോക്കണ്ടേ. നമ്മളിപ്പോൾ ഒരു അയൺ ആർമർ ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് അയൺ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട ഒരു കേവിലോട്ട് ഒന്നും കൂടി പോകണം അയൺ കണ്ടുപിടിക്കാനായിട്ട്. ബൈ ചാൻസ് വല്ല ഡയമണ്ട് എങ്ങാനും കണ്ടാൽ കിട്ടിയാലോ. ഇപ്പോൾ തന്നെ ഞാൻ ഡയമണ്ട് ആർമർ ആവണല്ലോ ഗൈസ്. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേവ് ഫുള്ളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പോകില്ല. കേവ് നമ്മളൊരു പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്തതാ. നമ്മളൊന്നും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാ അത്രയുള്ളൂ. കേവ് പിന്നെ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. കഴിഞ്ഞ പാർട്ടി കാണാത്തൊരു പോയി കാണുക, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. കഴിഞ്ഞ പാർട്ടിൽ നമ്മളൊരു വീടുണ്ടാക്കിയിട്ടായിരുന്നു, അതൊരു എത്തിയിട്ടുണ്ടായിരുന്നു. എത്ര സൗണ്ട് പോരടേ, നല്ല സൗണ്ട് അനുഭവപ്പെടണ പോലെ. ലോഡ് അയ്യാണുണ്ട്. നമ്മളിങ്ങനെ അയ്യാണ് തപ്പിയിട്ട് വന്നതല്ല ഗൈസ്. ബൈ ചാൻസ് എങ്ങാനും ഒരുപാട് അയ്യാണിൻ്റെ ആവശ്യം വന്നാലോ. പിന്നെ പീസ്ഫുൾ വേൾഡാണ് ഗൈസ്. ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പോൾ മാത്രമേ ഞാനിത് ഇതാക്കത്തുള്ളൂ, പീസ്ഫുള്ളൊന്നും മാറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മാറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ഫുള്ള് പീസ്ഫുള്ളിലിട്ടിട്ടായിരിക്കും കളിക്കുക. പക്ഷേ ഗൈസ് ഇതിൽ ഡ്രാഗനെ ഞാൻ കൊല്ലും, ഉറപ്പുള്ള കേസാ. ഈ സീരീസ് ഡ്രാഗനെ കൊല്ലണ വരെ നീണ്ടുക്കുള്ളൂ. ഡ്രാഗനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സീരീസ് തന്നെ ഇല്ല. കാര്യമുണ്ട്, ഞാൻ ഇതിൽ ഒരു ചീറ്റും ഉണ്ടാവില്ല. പിന്നെ കഴിച്ച് ഞാൻ സാധാരണ കളിക്കുന്നത് കീപ്പ് ഇൻവെൻറ്റർ ഇട്ടിട്ടാണ്. പക്ഷേ ഞാൻ കീപ്പ് ഇൻവെൻറ്റർ ഇട്ടിട്ടില്ല. ചത്തുപോയി. അങ്ങനെയാണ് ഈ ലെവൽ കഴിച്ച് ഇടണമെന്നും ഇല്ലേക്കി ഇൻവെൻറ്ററി. ചെറിയൊരു ഇത് ഇട്ടാലോ. എൻ്റെ സൈറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ലാപ്പൂസ് ചിലപ്പോൾ എൻചാൻറ്റ് ചെയ്യാൻ ആവശ്യം വരും ഗൈസ്. നമ്മൾ എൻചാൻറ്റിങ് ടേബിളിൽ നിന്ന് എൻചാൻറ്റ് ചെയ്യുമ്പോൾ ലാപ്പൂസ് ആവശ്യം വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അവിടെ വരെ എത്തിയിട്ടുണ്ട്. നല്ല ലൂട്ടിട്ടെന്ന് തോന്നുന്നു. അയ്യാണിൻ്റെ പൊടിപൂരം അവിടെ ലാൻഷൻ സിറ്റി ഉണ്ടാവുകയാണോ ഗൈസ്. ഞാൻ പിന്നെ ഗൈസ് ഒരു കുറച്ചൊന്ന് ഉറക്കെ പറയാം. ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ എടുത്ത് വെച്ചപ്പോൾ ഒന്നും കേൾക്കില്ലേ ശരിക്ക്. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് ഉറക്കെ പറയാമെന്ന് വിചാരിച്ചു. എനിക്കോ കേൾക്കുന്നില്ലേ, പിന്നെ എന്ത് ചെയ്യാനാണ്. ഞാൻ പാട്ടായിടും. അവിടെ അയ്യാണ് വേണമെന്ന്, അയ്യാണ് ഉണ്ടോയെന്ന്, അയ്യാണ് ഉള്ളൂടെ. ഇപ്പോൾ തന്നെ 45 പിന്നെ കുറച്ച് കോൾ ഇരുന്നോട്ടെ. സ്മെൽറ്റ് ചെയ്യണമെങ്കിൽ കോളും ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ വന്ന വഴിയൊന്നും എനിക്ക് ഓർമ്മയില്ലേ. അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ലാവാ പൂളാണോ അത് പുറത്തേക്കുള്ള വഴിയാണോ നോക്കാൻ കഴിച്ചിട്ട്. ലാപ്പൂസ് ഇവിടെ ഒരുപാടുണ്ട്. ലാപ്പൂസ് നമുക്ക് ഒരുപാട് ആവശ്യമില്ല. എങ്ങാനും വേണ്ടി വന്നാൽ കേവിൽ ഇറങ്ങിയാൽ മതി. ഇഷ്ടംപോലെ ലാപ്പൂസ് ഉണ്ട് ഈ കേവിൽ. ഓക്കെ 49 53 ആയിട്ടാ. നമുക്ക് സാധാരണ ഒരു നോർമൽ എന്തെല്ലാം വേണം. 54 55 വയസ്സ്. ഇത് പെടാ നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള കോളാണ് ഇല്ലാത്തത്. അവിടെ കോളുണ്ടല്ലോ, പിന്നെ കേവിലായ പിന്നെ കോളുണ്ടാവും. പിന്നെ കുഴപ്പമില്ല സ്മെൽറ്റ് ചെയ്യാനൊക്കെ. ഈ പ്രോബ്ലം ഓക്കെ ഗൈസ്, ഈ കേവ് എക്സ്പ്ലോർ ചെയ്യാണ് ഞാൻ. കേവിടെ എത്തി എൻ്റെ ഗൈസ്. അപ്പോൾ കേവ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കുന്നത് ഇതാണ് കോള്. ഇതെന്താ അങ്ങോട്ട് കയറാൻ പറ്റാത്തത്. ഞാൻ വലിയ പ്രോയൊന്നുമല്ല ഗൈസ് ഇങ്ങനെ ചാടണേല്. പക്ഷെ എനിക്ക് ചെയ്യാനറിയാം. ഞാൻ കില്ലാടിയാ. ഞാൻ കില്ലാടി. എനിക്ക് വേണ്ടത് എന്തോ അത് അന്നൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കണ്ടാവും കേവിൽ എന്താണ് ഇതൊന്നും ഇല്ലാത്തതെന്ന്.
അപ്പോൾ കേവിലുണ്ടാകുന്ന അതൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ മോൺസ്റ്റേഴ്സ്. ഡീപ് സ്ലീറ്റ് വരെ പോകുന്നുണ്ടല്ലോ ഈ കേവ്. അയ്യാണിപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനായിട്ടുണ്ട്. അത്യാവശ്യത്തിനല്ലേ ഓടെ. പിന്നെ ഡീപ് സ്ലൈറ്റ് ഇറങ്ങിയാൽ പിന്നെ ഫുള്ള് ഇതാ. ഡയമണ്ട് എത്തേണ്ടോടത്തായിട്ടില്ല, -1 ആയിട്ടുള്ളൂ. ശരിക്കും -ആയ ഡയമണ്ട് കാണും. ഓക്കെ, ഞാൻ പറഞ്ഞു നാക്ക് വായിലിട്ടില്ല അപ്പോഴേക്കും ഒരു ഡയമണ്ട്. -ആയ അപ്പനെ കാണൂലേ. ഇത് -15 കാണുന്നു, -12 കാണുന്നു കേട്ടിട്ടുണ്ട്. -12 പക്ഷെ കഴിഞ്ഞു. ഇനിയും എന്തെങ്കിലും ഡയമണ്ടുകളുണ്ടോ? ഇവിടെ ഡയമണ്ടും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. ഓ, കഴിഞ്ഞിട്ടില്ലടാ കേവ്. ഫ്യൂച്ചറിൽ നല്ല ഉപകാരം വരുന്ന എനിക്ക് തോന്നുന്നുണ്ട് കേവ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് ചലിക്കാം. ഇനി വീട്ടിലെത്തിയിട്ട് ഇതൊക്കെ അയ്യാണൊക്കെ. അപ്പോൾ കൈസ് എങ്ങനെയൊക്കെയോ തെണ്ടി തിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ അയ്യണ് സ്മെൽറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ചടങ്ങും കൂടി ഉണ്ട്. ഇനി അയ്യണ ഫുള്ള് സ്മെൽറ്റ് ആവട്ടെ. അതിന് സ്മെൽറ്റായിട്ട് ഞാൻ വിളിക്കാം ഗൈസ്, അതൊന്നും നല്ലത്, ബെറ്റർ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ കംപ്ലീറ്റ് അയ്യണം സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടു ഗൈസ്. ഇനി പെട്ടി ഞാൻ വേറെ ഒരെണ്ണം ഉണ്ടാക്കി ഗൈസ്. ഇത്ര അയ്യണം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മളടുത്തടി ചെയ്യാൻ പോകുന്നത് പോർട്ടൽ ഉണ്ടാക്കാനാണ്. പക്ഷേ പോർട്ടൽ ഉണ്ടാക്കണമല്ല, ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ ഗൈസ്. ഒരുപാട് ബ്ലാക്ക് സ്മിത്തുകൾ ഉണ്ടെന്ന് കേട്ടു. അവരുടെ വീട് എക്സ്പ്ലോർ ചെയ്യാനായി പോകുകയാണ് ഞാൻ. രണ്ട് വീട് പകുതി പൊളിച്ചളഞ്ഞത് നന്നായല്ലോ. വീട്ടിൽ ലാഭ ഉണ്ടാവും. ഇതിലൊക്കെ കയറാൻ ഞാനൊരു സെക്കൻഡ് കേസ്. ഫസ്റ്റ് കുറച്ച് വെള്ളം കോരട്ടെ കേസ്, എങ്ങാനും കത്തിപ്പിടിച്ചാൽ മുഞ്ചി. ഇത് സ്റ്റോൺ വേണം. ഓക്കെ, ഞാനിനി ഞങ്ങൾ നീതി കയറട്ടെ മുകളിലോട്ട്. ബ്രൂയിങ് സ്റ്റാൻഡൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേസ്. ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഹായ് കുഞ്ഞിപ്പിപ്പിച്ചക്ക, പോടാ ഓടാ. ഫസ്റ്റ് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കും? ഫസ്റ്റ് ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ പെട്ടിയാത്തൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, ഒരു ഇതുണ്ട്. ഓക്കെ, നമുക്ക് കുതിരേനൊക്കെ ഒന്ന് ടൈം ചെയ്യുമ്പോൾ ആവശ്യമില്ല. ആപ്പിൾ പിന്നെ എനിക്ക് ആവശ്യമില്ല. വാതിൽ തുറന്നിട്ട് പോട്ടെ, ഇങ്ങനെ മറന്ന് പോവും. ഹേയ്, ഇതിലാരണ്ടാ? ഞാൻ കയറിയില്ലേ. ഇതിൻ്റെ അകത്തൊന്ന് അഡ്വാൻസ് വേറെ കുറേ. വാവ്, സാധാരണ പെട്ടിക്കകത്തുള്ള എല്ലാം എടുക്കാറുണ്ട്, പക്ഷേ ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഇത് വീണ്ടും 2 ബോട്ടിൽ. ഒരു ഗ്രൈൻഡ് സ്റ്റോണിൻ്റെ ആ കുഴപ്പം എൻ്റെ വീട്ടിലുണ്ടല്ലോ മോനൂസ്. ഓടി ഇങ്ങനെ ഒരു ടോക്കുണ്ട്, വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിപ്പോഴും വർക്ക് ചെയ്യുന്നല്ലേ. ജാവ ബെഡ്റോക്ക് വർക്കിംഗ് തന്നെയാണ്. ജാവ ബെഡ്റോക്ക് അത് വർക്കിംഗ് അല്ലേ. ഞാൻ വിചാരിച്ചു ബെഡ്റോക്ക് എഡിഷനിലത് വർക്കാവില്ലെന്ന്. ഒരു ലൈബ്രറി ഉണ്ട്. അവിടുത്തെ ബ്രൂയിങ് സ്റ്റാൻഡ് നമുക്ക് ആവശ്യമുണ്ട്. ബ്രൂയിങ് സ്റ്റാൻഡ് നമുക്ക് നോക്കിക്കൊണ്ട് വീട്ടിൽ വയ്ക്കാം. ഇങ്ങോട്ടാണ് ഞാൻ ഫസ്റ്റ് കയറിയത് തോന്നുന്നു. അതന്നെ അല്ലടി, ഇങ്ങോട്ട് ഞാൻ കയറിയിട്ടില്ല. ഞാൻ വീട്ടിലെത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് കണ്ടോ ഗൈസ്, ഇപ്പോൾ 2 സാധനം പുതിയത് എക്സ്ട്രാ കിട്ടി. കുറച്ച് അയ്യണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് വയ്ക്കാം. നമ്മളിപ്പോൾ പീസ്ഫുള്ളാണ് കളിക്കുന്നത്, അതുകൊണ്ട് പിന്നെ വലിയ അത്യാവശ്യം വരില്ല ഒന്നിനും, ഫുഡിനൊന്നും. അങ്ങനെ ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ലാഭം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് പോർട്ടൽ ഉണ്ടാക്കണ വിദ്യ ചെയ്യണോ, അതോ അവിടെ തന്നെ പോർട്ടൽ ഉണ്ടാക്കണോ? അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തിൻ്റെ കാണില്ലേ ഗൈസ്? ബ്ലാക്ക് സ്മിത്തിൻ്റെ കാണില്ലേ? ഞാൻ ഒന്നുകൂടി നോക്കട്ടെ ഗൈസ്, ചിലപ്പോൾ ഞാൻ വിട്ടുപോയിണ്ടാവും കേട്ടോ ഗൈസ്. അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഒബ്സിഡിയൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്.
പിന്നെ ഞാൻ വൈറ്റ് ബോളാണ് അതിൻ്റെ ലോഗായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ പോർട്ടലും കൂടി വെക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ അരികത്ത് ഇവിടെ ഒരു ബ്ലോക്ക്, ഇവിടെ 2 വെച്ചിട്ട് ഇവിടെ 2 ഒബ്സിഡിയൻ ഇവിടെ 1 2 3 3 ഹൈറ്റാണ് ഗൈസ്. ഒബ്സിഡിയൻ വയ്ക്കാം 1 2 3 3 ഹൈറ്റ് വെക്കണം. നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇവിടേക്ക് 2 വെച്ചിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുക. എന്നിട്ട് ഇപ്പുറത്ത് വരുന്ന 1 2 3 3 മതി ഗൈസ് ഹൈറ്റിന്. എന്നിട്ട് ഇവിടെ നിന്ന് 1 2 ഒബ്സിഡിയൻ ലാഭിക്കാനാണ്. ഇവിടെ ഒരു വൂൾ വെച്ച് ഞാൻ 1 2 3 കറക്റ്റ് 10 അതിന് ആവശ്യമുള്ളൂ. അപ്പോൾ എൻ്റെ പോർട്ടലിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാനത് വൂള് കളറടിച്ചിട്ടാണ് വെച്ചത്. ഇതാണ് എൻ്റെ പോർട്ടൽ അങ്ങനെ ഇരിക്കുന്നത്. ലൈറ്റ് ചെയ്യാൻ നമുക്ക് ഫ്ലിൻറ്റ് വേണം ഗൈസ്. ഫ്ലിൻറ്റും ഒരു ഫ്ലിൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്രാവൽ ഇങ്ങനെ പൊട്ടിക്കുമ്പോഴാണ് കിട്ടുക. പിന്നെ എന്നിട്ടത് നമ്മളൊരു അയൺ ഇവിടെയും ഒരു അയൺ ഇവിടെയും ഒരു ഫ്ലിൻറ്റ് കൂടിയും വെച്ചാൽ ഫ്ലിൻറ്റ് സ്റ്റീൽ കിട്ടും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ഗ്രേവൽ കണ്ടുപിടിച്ചിട്ട് അത് പൊട്ടിച്ചുകൊണ്ടിരിക്കും ഗൈസ്. ഞാനിപ്പോൾ ആ ചടങ്ങിലോട്ട് കിടക്കുകയാണ്. ഗ്രേവൽ ആ കേവിലുണ്ട് ഗൈസ്. ഞാൻ പോയി കുറച്ചിട്ട് വരാം ഗൈസ്. ഒക്കെ ഞാനിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരണം ഗൈസ്. അപ്പോൾ ബോറായി പോകും ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് ഒരു ഫ്ലിൻറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ ഗൈസ്. നമ്മൾ ഈ പേരിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഇങ്ങനെ വെച്ചാൽ കിട്ടും. എന്നിട്ട് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ തൊട്ട് ഗൈസ് ഞാൻ അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് ഇവിടെ എത്തിക്കും. പോർട്ടൽ ഓണായി കിടക്കും ഗൈസ്. ഈ പോർട്ടലിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ അടിക്കില്ല ഗൈസ്. അത്രയുള്ള ഗൈസ്. ഇന്നത്തെ വീഡിയോ നെതറിൽ കയറുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും പിന്നെ ഇതേപോലത്തെ പാട്ടൊക്കെ ഇടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും